കേരളത്തിലേക്ക് വരുവാൻ ഡൽഹിയിൽ നിന്ന് ഗതികേട് കൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറുകയും കേരളത്തിൽ എത്തുന്നിടം വരെയുള്ള അവസ്ഥയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. എന്റെ കൂടെ 2 മലയാളീസും ഉണ്ട്. റോക്കി ബായിനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് എന്തായാലും ട്രെയിനിൽ കയറിയപ്പോൾ ഉണ്ടായി. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സീറ്റ് കിട്ടിയാൽ മതി എന്നാണ് നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടും കഷ്ടപ്പെടുന്നത് നമ്മളായിരിക്കും. ബിരിയാണിക്കാരൻ ചെയ്യുന്നത് കണ്ടോ? ആ ബിരിയാണി എല്ലാം അടുക്കിയിട്ട് അത് വെക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടായപ്പോ ആ ഒരു ബോക്സ് അങ്ങനെ എടുത്ത് യാത്രക്കാരന്റെ മടി വെച്ചിട്ടോ അയാളൊന്നും മിണ്ടിയില്ല. സീറ്റിലിരിക്കുന്ന വ്യക്തിയോട് ഞാനിത് വെക്കുവാന്ന് പോലും പറഞ്ഞില്ല. വെച്ചതിന് ശേഷം അയാൾ അത് എടുക്കുവാനും പറഞ്ഞില്ല. സമയം ഉച്ചയായി. വിശന്നിട്ടാണ് കുറച്ച് കരുതുന്നത്. വേറെ ഒരു വഴിയില്ല. അങ്ങനെ ഞങ്ങളും ആളുടെ കയ്യിൽ നിന്ന് ഓരോ ബിരിയാണി വെച്ച് വാങ്ങിച്ചിട്ടോ ഞങ്ങൾ 3 പേരും ബിരിയാണി തന്നെ കഴിച്ചത്. വേറെ മാർഗമൊന്നുമില്ല. എന്റെ കയ്യിലാണെങ്കിൽ പഴം ഉണ്ടായിരുന്നു. പഴമാണെങ്കിൽ കഴിച്ച് തീരുകയും ചെയ്തു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കുറച്ചു നേരത്തേക്കിന് റെസ്റ്റ് എടുക്കാണ്. ഞാനാണെങ്കിൽ ഫോണൊക്കെ ചാർജ് കുത്തിയിട്ട് എന്റെ ഇടയ്ക്ക് ഒരു സിനിമയൊക്കെ കണ്ടിട്ടോ. ജനറൽ കമ്പാർട്ട്മെന്റിലെ അവസ്ഥയാണ് നിങ്ങളിപ്പോ കാണുന്നത്. നിറയെ ബാഗും തിരക്കും ബഹളവും. ഒന്നും പറയണ്ട. ഇതിനകത്ത് എങ്ങനെ യാത്ര ചെയ്യുന്ന ആലോചിക്കുന്നത്. അതിനെക്കാട്ടും വലിയൊരു ടെൻഷൻ എന്താ കഴിഞ്ഞാൽ രാത്രി എന്ത് ചെയ്യും എന്നാണ്. ഇരുന്നിരുന്ന് അടപ്പ് തീർച്ചതിന്റെ പേരിൽ കൂടെയുള്ളവൻ ട്രെയിനിൽ തൊട്ടിയാക്കി കെട്ടി കിടക്കാൻ പോവാണ്. അവനങ്ങനെ തൊട്ടിലേക്ക് കയറി കിടന്ന് ഇത്ര നാളും കാണാത്തതും കേൾക്കാത്തതുമായ കുറെ അധികം പാൻ മസാലകളുമായിട്ട് ഒരു അപ്പൂപ്പൻ വന്നിട്ടുണ്ട്. ഇതിന്റെ സ്മെല്ലടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഛർദിക്കാൻ വരെ വന്നു. പേട്ടതാ പറഞ്ഞത്. പേട്ടതാട്ടോ അതിന്റെ പേര്. കുമ്പളങ്ങല്ലേ? കുമ്പളങ്ങ പോലത്തെ സാധനം. നമ്മുടെ നാട്ടിലെ കൽക്കണ്ട പോലെ ഇരിക്കും. പക്ഷെ കൽക്കണ്ട അല്ല കേട്ടോ. മധുരമൊക്കെ ഉണ്ട്. പഞ്ഞി പോലെ. ട്രെയിൻ യാത്രയിലെ ഒരു പേടി സ്വപ്നമാണ് ട്രാൻസ്ജെൻഡർ. അവർ വരുമ്പോ തന്നെ നമുക്ക് സിഗ്നലായി കിട്ടുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ കൈകൊട്ട്. ആ ഒരു കൈകൊട്ട് സത്യം പറഞ്ഞാൽ അവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു കൈയും കൊട്ടി അവരുടെ ഭീഷണിപ്പെടുത്തലും കണ്ടു കഴിഞ്ഞാൽ ഏതില്ലാത്തവൻ പോലും ചില്ലറ വരെ പെറുക്കി കൊടുക്കും കേട്ടോ. അതാണ് ട്രെയിനിന്റെ ഉള്ളിലെ അവസ്ഥ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതും ഈ കാഴ്ചയാണ്. babu yang kita kelam tadi. Lepas dah. Nenek kita kelam gitu. Lepas dah. Bantu tu orang ane gini kan tak baik tak. Tidak kan? Ada. Pulang kira baca kan? Pulang kita be. Ada nak. ബാഗിനകത്ത് നോക്കിയാ 8 പൈസ. കൈ നോക്കി പൈസ നോക്ക് പൈസ. എനിക്ക് 1 മാസത്തെ സാലറി എടുക്കട്ടെ. ബാഗ്
എല്ലാ കളിയിലും പൈസ അതായത് മറ്റേ ഇതാ ATM ആണ്. ഉള്ള ചേര പാത്തക്ക അതെ എന്ന് നോക്ക്. ഇന്നത്തെ കളക്ഷൻ 5000 രൂപ അവിടെ. ഒരു ദിവസത്തെ കളക്ഷൻ ഇന്നലെ അവിടുന്ന് നോട്ടാക്കാം. ഇന്നലെ വേറെ 500 1000 ഇത് ചില്ലറ ഉണ്ടോ? ചില്ലറ ഒരു ദിവസം നമ്മളൊക്കെ വല്ല കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ എത്രയും പൈസ കിട്ടൂല. ഇവർക്ക് ഒരു ദിവസത്തെ വരുമാനമാട്ടോ നിങ്ങളിപ്പോ ആ ബാഗിൽ നിന്ന് എടുത്ത് അവർ എണ്ണുന്നത് കണ്ട്. അത് ഓരോ ഭാഗത്തുനിന്ന് ഇതുപോലെ ചേഞ്ച് ആക്കിയ പൈസ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയ കാഴ്ചയാണത്. അധികം പ്രശ്നമില്ലാത്തവരും ഉണ്ട്, അതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്നവരും ഉണ്ട്. അവര് അതിനുവേണ്ടി തന്നെ വരുന്ന പോലെ നമുക്ക് തോന്നും. കൊടുത്ത പൈസ കുറഞ്ഞു പോയാൽ പോലും അവർ അത്രത്തോളം ഇല്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. എന്തായാലും ഇവര് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒഴിവാക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. രാത്രി ആയപ്പോഴത്തേക്കിനും ബോഗിക്കുള്ളിലെ അവസ്ഥ ഇതാണ്. തൊട്ടി കെട്ടിയവനാണെങ്കിൽ തൊട്ടിലേന്ന് ഇറങ്ങിട്ടോ. കാരണം എന്താ വെച്ചാൽ അവന്റെ തൊട്ടിയുടെ ഒരു സൈഡ് കീറിപ്പോയി. ഞാനങ്ങനെ ഇന്നത്തെ രാത്രി കിടന്നുറങ്ങുന്ന വെച്ചാൽ എന്റെ ബാഗിലുള്ള മുണ്ടൊക്കെ എടുത്ത് ഫാനിലും സൈഡിലെ ബെർത്തിലും കൂടെ കെട്ടി വെച്ചിട്ട് അതിലേക്ക് കാല് പൊക്കി വെച്ചുകൊണ്ടാണ് എനിക്ക് കാല് തന്നെ നീട്ടി വെക്കാൻ പറ്റുന്നത്. ഇതാണ് രാത്രിയിലെ അവസ്ഥ. ഈ കുപ്പിയിലുള്ളത് മറ്റൊന്നുമല്ല, മദ്യം തന്നെയാണ്. മദ്യക്കുപ്പിയിൽ കുടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമല്ലോ, അതിനുവേണ്ടി സാധാ ബോട്ടിൽ കുപ്പിയിലാക്കിക്കൊണ്ട് വന്നേക്കാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാം, കണ്ട കുപ്പി എന്റെ അല്ല, ഇവിടെ കണ്ടൊരു കാഴ്ച ആയതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതെന്ന് മാത്രം. അങ്ങനെ ഗൈസ്, നമ്മൾ 3 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ഒറ്റപ്പാലം വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് എന്തായാലും 3-4 ദിവസമായിട്ടോ. കാരണം അവിടുത്തെ ഫുഡും ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. അങ്ങനെ ഇവിടെ വന്നിട്ട് വയറ് നിറച്ച് ഒരു ഊണ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു കടയിലേക്ക് വന്നേക്കാണ്. നാട്ടിൽ വന്നിട്ട് ഒരു വാരം ഊണ് കഴിച്ചപ്പോ കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഇത്രയും തിരക്കുണ്ടായിട്ടില്ല കേട്ടോ. തിരിച്ചു വന്നപ്പോഴാണ് ഡബിൾ ഇരട്ടി തിരക്ക്. ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരിക്കലും ലോക്കൽ കമ്പാർട്ട്മെന്റ് യാത്ര ചെയ്യണമെന്ന് ഞാൻ പറയൂല. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.